നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഇംഗ്ലണ്ടിലുടനീളം നടന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വൻ മുന്നേറ്റം. ടോറികൾക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ UK-യിൽ നടക്കുന്ന ട്രെയിൻ പണിമുടക്കും റോഡുകളിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികളും മൂലം യാത്രക്കാർക്ക് വൻതോതിൽ തടസ്സം നേരിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്താണ്. അടുത്ത 10 ദിവസമെങ്കിലും യാത്രാ തടസ്സം നീണ്ടു നിന്നേക്കാം. യുനെസ്കോയുടെ ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫ്രീഡം പുരസ്കാരം ഗാസ യുദ്ധം റിപ്പോർട്ട് ചെയ്ത മുഴുവൻ പാലസ്തീനി മാധ്യമ പ്രവർത്തകർക്കും. ഏറെ ത്യാഗം ചെയ്ത് യുദ്ധമുഖത്തെ വിവരങ്ങൾ പുറം ലോകത്തെത്തിച്ച പാലസ്തീനി മാധ്യമ പ്രവർത്തകർക്കുള്ള ഐക്യദാർഢ്യവും ശക്തമായ സന്ദേശവുമായാണ് പുരസ്കാരം നൽകുന്നത് എന്ന് ജൂറി ചെയർമാൻ മറിഷോ വെയ്ബൽ പറഞ്ഞു. 18-നും 35-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെ ജോലി ആവശ്യങ്ങൾക്കായി രാജ്യത്തു നിന്നും പുറത്തു പോകാൻ അനുവദിക്കാതെ മ്യാൻമറിലെ സൈനിക സർക്കാർ. നിർബന്ധിത സൈനിക സേവനത്തിന്റെ ഭാഗമാകേണ്ടി വരും എന്ന ആശങ്കയ്ക്ക് പിന്നാലെ നിരവധി പേർ പലായനം ചെയ്യാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് നടപടി. ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 3 പേരും ഇന്ത്യൻ പൗരന്മാർ. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന നിലപാടിലാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് സുപ്രധാന നേട്ടം കൈവരിക്കുവാൻ തദ്ദേശീയ ബോംബർ ഡ്രോൺ വികസിപ്പിച്ച് ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബോംബർ UAV FWD-200B വെള്ളിയാഴ്ചയാണ് പുറത്തിറക്കിയത്. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല PhD വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെൻമുലയുടെ മരണത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് തെലങ്കാന പോലീസ്. രോഹിത് ദളിത് വിവാഹത്തിൽ നിന്നുള്ള ആളല്ല എന്നും യഥാർത്ഥ ജാതി പുറത്തറിയുമോ എന്ന ഭയമാണ് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിൽ. കൊച്ചി പനമ്പള്ളി നഗറിൽ കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ച് എന്ന പ്രതിയായ യുവതിയുടെ മൊഴി. കഴുത്തിൽ ഷോളിട്ട് മുറുക്കിയെന്നും വായിൽ തുണി തിരികിയെന്നും യുവതി പോലീസിന് മൊഴി നൽകി. നവകേരള ബസിന്റെ ബംഗളൂരു സർവീസ് ഞായറാഴ്ച മുതൽ ആരംഭിക്കും. രാവിലെ 4 മണിക്ക് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടക്കും. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 24 റൺസ് ജയം. കൊൽക്കത്ത മുന്നോട്ട് വെച്ച 170 എന്ന ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ 18.5 ഓവറിൽ 145 റൺസിന് ഓൾ ഔട്ടായി. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കുക.